ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ഫിഷ് ചെയ്തായിരുന്നു, എനിക്ക് ഇത്രയും ലോട്ട് കിട്ടി. ഞാൻ കുറച്ച് ഫിഷ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഫിഷിംഗ് റോഡ് കിട്ടി. മറ്റേ നോർമൽ ഫിഷിംഗ് റോഡ് എടുത്ത് തോട്ടി അറിഞ്ഞു. പിന്നെ എനിക്ക് ഇത്രയും ലോട്ട് കിട്ടി. അതിൽ മെൻഡിങ് ഉണ്ട്, പിന്നെ ഫെദർ ഫാളിങ് 4 ഉണ്ട്, ലെഞ്ചുണ്ട്, പിന്നെ പിയേഴ്സിങ്, കിക്ക് ചാർജ് അതെനിക്ക് വേണ്ട. ഫെദർ ഫാളിങ് മാത്രം എടുക്കുന്നു. ഓക്കെ, പിന്നെ ഹെൽമെറ്റ് പൊട്ടിയായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ ഇപ്പോൾ പുതിയ ഉണ്ടാക്കുന്നൊന്നുമില്ല. ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ പുതിയ ഡയമണ്ട് ആർമർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആർമർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. 2 എപ്പിസോഡുണ്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ പുറകെ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു വീട്. ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം ഈ ഒരു ഭാഗത്തായിട്ട്. എന്നിട്ട് അങ്ങോട്ടേക്കൊരു പോണ്ടും അടുത്ത് ഒരു മരമൊക്കെ നട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എനിക്കൊരു നെയിം ടാഗ് കിട്ടി, 2 സാഡിൽ കിട്ടി, പിന്നെ പവർ ഫിഷ്, ലെതർ, പിന്നെ 2 നോട്ടിൽ ഷെല്ലും കൂടെ കിട്ടി. ഒരു ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ വിൻഡോ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വിൻഡോ ആഡ് ചെയ്യാം. ഈ മരമൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇതെൻ്റെ സാധനം വെച്ച് ഞാൻ സ്മൂത്ത് ലൈറ്റിങ് ഓഫാക്കി. ഓക്കെ, തിരിച്ച് ഓണാക്കിയേക്കാം, ഒരു രസമില്ല. ഞാനത് അറിയാൻ വേണ്ടി ഓണാക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ. ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതാണ് കുറച്ചേ കൊള്ളാമെന്ന്. ഇവിടെ നമുക്ക് ഗ്ലാസ് വെക്കണം. ഇപ്പോൾ വെക്കുന്നില്ല, എനിക്കൊന്ന് പുറത്തേക്ക് അറിയണം. ഓക്കെ, ഇവിടെ വിൻഡോ വെച്ചിട്ടുണ്ട്. ഇനി മുകളിലോട്ട് വേണം. ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് ഡോർ വെക്കണം. ഇവിടെ നമുക്കൊരു ടേബിൾ വെക്കണം. ഈ ടേബിള് ഇവിടെ നമുക്ക് ബെഡ് വെക്കണം. സൈഡിൽ കാർപ്പറ്റും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ കാർപ്പറ്റ് വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വെക്കാം ഗൈസ്. ഇങ്ങോട്ട് ഞാൻ സെറ്റ് ചെയ്യാം ബെഡ്റൂം. എല്ലാം പൊട്ടിക്കാം. അപ്പോൾ ഇങ്ങോട്ട് വേണം ഒരു ലാൻഡാണ്. പിന്നെ ഇവിടെ ബെഡ്, ഇവിടെ കാർപ്പറ്റ്. ഓക്കെ ഓക്കെ, ഇട്ടേക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടൊക്കെ നമുക്കൊരു സ്റ്റെയർ കേസ് വെക്കണം. അവിടെ വീട്ടിൽ കയറാനായിട്ട് നമുക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് പോകാനായിട്ട് ഒരു സ്റ്റെയർ കേസ് വേണം. ഞാൻ്റെ സ്ലാബ് വെക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് വെക്കണം. നമുക്ക് ചെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തുറക്കാനായിട്ടാണ് ഞാൻ സ്ലാബ് വെച്ചത്. ഓക്കെ, കുഴപ്പമില്ല, മരി കയറാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഏതോ ക്രീപ്പർ വന്നു എൻ്റെ ബിൽഡിങ് ഫുള്ള് നശിപ്പിച്ച്. അയ്യോ, ഞാൻ ഫോൺ ഓഫാക്കാണ്ട് പോയി, പോസ് ചെയ്യാണ്ട് പോയി. അന്നേരം ഏതോ ക്രീപ്പർ വന്നെന്ന് തോന്നുന്നു. ഒന്ന് പെട്ടെന്ന് ശരിയായിക്കോട്ടെ. ഓക്കെ, ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇത്ര മതിയെന്ന് തോന്നുന്നു. എന്നാലും അവൻ പൊട്ടാക്കാം. അയ്യോ, ഞാൻ കണ്ടുപോലുമില്ല. അവൻ ഇന്നലെ ഉണ്ടാക്കിയ വീടായിരുന്നു നശിപ്പിച്ച്. ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വല്ലതും പോയോ? നമുക്ക് ഇനി അടിയിൽ നമുക്ക് ഫർണസ് വെക്കണം. ഇതായിരിക്കും നമ്മുടെ ആ ഒരു സ്മെൽറ്റിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ഒന്നും കൂടെ വെക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാർപ്പറ്റും വെക്കാം. ഓക്കെ, ഇവിടെ കൂടെ നമുക്കൊരു ടേബിള്. ഇവിടെ ഞാൻ ഗ്ലാസ് വെച്ചില്ലായിരുന്നു. അത് പൊട്ടിച്ച് കളഞ്ഞു മറ്റേ ക്രീപ്പർ. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി 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 ഇവിടെ നമുക്ക് ഒരു മറ്റേ സ്റ്റോൺ വേണം, കോബ്ൾ സ്റ്റോൺ. ഓക്കെ, ഇത് പതിയെ ഒന്ന് സ്പ്രെഡ് ആയിക്കോളും ഈ ഒരു ഗ്രാസ്. നമുക്കിവിടെ സ്റ്റോറേജ് വെക്കണം. അതിൽ എത്ര ചെസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ ഈ ഒരു ഗ്ലാസ്സാണ് വേണ്ടത്. ഓക്കെ, അയ്യോ ഇപ്പുറത്ത് ലാൻഡ്. ഓക്കെ ഓക്കെ, ഒരു സ്റ്റാക്ക് 32. എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. നമ്മൾ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് 20 ചെസ്റ്റാണ് വേണ്ടത്. 18 ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇതുകൂടെ വെക്കുമ്പോഴത്തേക്കും ശരിയാവും. ഇവിടെയാണ് നോക്കുന്നത്. 2 ലെയറായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, 2 കൂടെ മതി. അത് നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കുമ്പോൾ കിട്ടും.
ഇപ്പോഴും ക്രാഫ്റ്റ് ചെയ്ത് വേണം. അയ്യോ, ക്രീപ്പർ ഹോള്. ഇനി നമുക്ക് ഫ്ലോർ റെഡിയാക്കണം. ഓക്കെ, ഫ്ലോറിന് ഇപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കും? വുഡ് തന്നെ വേണം. കോംപ്ലസ്റ്റോൺ വേണം. കോംപ്ലസ്റ്റോൺ വേണം ഗൈസ്. ഓക്കെ, കോംപ്ലസ്റ്റോണിൻ്റെ ഉണ്ടോ? 16 ഉണ്ട് ഗൈസ്. ഞാൻ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടല്ലോ കേവ്. ഇവിടെ നമുക്കൊന്ന് ടോർച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് നിന്നാണ് മറ്റേ ക്രീപ്പറൊക്കെ ഇറങ്ങി വന്നത് നേരത്തെ. ക്രീപ്പർ സോംബി എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ടോർച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഇപ്പോഴത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായ പോലെ. ഒന്ന് പോസ് ചെയ്തിരുന്ന കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഞാൻ പോസ് ചെയ്യാണ്ടാ പോയി, അതാണ് പ്രശ്നം. നൈറ്റ് ആയൊന്നുമല്ല, ഇതിനകത്ത് തന്നെ വന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരെണ്ണം വെച്ചേക്കാം ചുമ്മാ. ലാൻഡാണ് എക്സ്പെൻസീവാണ്, പക്ഷേ കുഴപ്പമില്ല. ഫ്ലോറോടെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നോർമലായിട്ട് ലാൻഡിന് തിരിച്ച് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ ഇതെല്ലാം മോളി വന്നല്ലേ. ഇതിന് ഞാൻ ആക്സ് വരട്ടെ. എല്ലാം തിരിച്ചു വെക്കാം. യെസ്, ഇത് ഞാൻ ഓഫ് ക്യാമറ വെച്ചോളാം. ഈ ഒരു ജസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ട്. ഓക്കെ, ഇപ്പുറത്ത് നമുക്ക് ഡോർ വെക്കണം, അവിടെ നിന്ന് വെച്ചേക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ആക്കണം. ഓക്കെ, ഇങ്ങനെയല്ല, തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, നമുക്ക് ഇത് പുറത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നല്ല റിസോഴ്സൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈം ലാപ്സ് നിങ്ങളൊന്ന് കൊണ്ടുപോയി കണ്ടിട്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഞാൻ ബോൺ മീലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ലീവ്സൊക്കെ വെച്ചിട്ടുണ്ട്. ചുറ്റും പൂക്കളുണ്ട്. പിന്നെ ഇവിടെ ട്രാപ്പ് ഡോറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ചെടിയൊക്കെ ഉണ്ട്. ഈ പൊക്കം 2 പൊക്കമുള്ള 2 ബ്ലോക്ക് പൊക്കമുള്ള. പിന്നെ ഒരു പോണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്ത്. പിന്നെ ഞാൻ ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 മരവും നട്ട്. അങ്ങനെ നമ്മുടെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീടും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകാം. മൈനിങ് ഇപ്പോൾ പോകുന്നില്ല, ഒന്ന് ബെഡ്റോക്ക് വരെ ഒന്ന് കുഴിച്ച് വെക്കാം. നമുക്ക് ഓഫ് ക്യാമറ നോക്കാം മൈനിങ് പോകാം. ഓക്കെ, എന്നാ ചേർച്ച സ്റ്റോൺ ആക്സ്, അയൺ ഷവല്, ഡയമണ്ട് 3 ഐറ്റം. കോപ്പർ കൊണ്ട് ഉണ്ടായ സെറ്റാകും. ഞാൻ എൻ്റെ പൊട്ടാറായ ഒരു അയൺ പിക്കാക്സ് കൂടെ എടുത്താണ് ഞാൻ പോകുന്നത്. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഡയമണ്ട് പിക്കാക്സ് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ബ്ലോക്ക് കൂടെ എടുക്കാം. എവിടെയെങ്കിലും ബ്രിഡ്ജ് വല്ലതും ചെയ്യണമെങ്കിൽ. പിന്നെ ഞാൻ ആ ഒരു ചെസ്റ്റും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് സെറ്റ് ചെയ്തു. കിച്ചണുണ്ട്, പിന്നെ ബെഡ്റൂമുണ്ട്. എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വാല്യബിൾസ് വെക്കാനായിട്ട് ഒരു ചെസ്റ്റും വെച്ചിട്ടുണ്ട്. അത് ഇത്ര ഐറ്റംസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഫുഡും എടുത്തിട്ടുണ്ട്. പിന്നെ മതിയായിരിക്കും. പിന്നെ ഞാൻ നൈറ്റ് വിഷൻ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ്ങിന് പോകുമ്പോൾ മാത്രം നൈറ്റ് വിഷൻ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അല്ലാണ്ട് കളിക്കുമ്പോൾ നമുക്ക് നൈറ്റ് വിഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വെട്ടമില്ലാണ്ട് കാണാൻ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ. ഓക്കെ, ഇതിലെങ്ങാണ്ട് ആയിരുന്നു പോയത്. ഓക്കെ, ഇങ്ങോട്ടല്ലേ ഞാൻ പോയത്? ഞാൻ അന്ന് മൈൻ ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ പോവാണ്. ഓക്കെ, ഇത് നമുക്കൊന്ന് മെട്രോ ഒക്കെ വരുന്ന കൊണ്ടെത്തിക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ സ്റ്റെയർ കേസ് ഉണ്ടാക്കി പോകുന്നു.